എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നില്ലേ? പേജ് നമ്പർ 106 106 ആണ് ലാസ്റ്റ് ചെയ്ത എക്സസൈസ്. എല്ലാരും എടുത്തേ പേജ് നമ്പർ 106. നിങ്ങളുടെ പുതിയ ടൈം ടേബിൾ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാരും കണ്ടോ? ഇഷാൻ കണ്ടോ? യെസ്. ഓക്കെ കണ്ടു. ഓക്കെ ഫൈൻ. യെസ് മിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ചെയ്തത്? നെയിം 2 ഒബ്ജെക്ട്സ് whose shape can be changed using force. എഴുതിയല്ലോ എല്ലാരും? എന്താ എഴുതിയത് ആയിഷ? അതിന്റെ ആൻസർ എന്താ എഴുതിയേ ആയിഷ? യെസ് മിസ്. ഇതിന്റെ ആൻസർ എന്താ എഴുതിയേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ എഴുതിയേ? എഴുതിയില്ല. എഴുതാഞ്ഞേ? മറന്നുപോയി. മറന്നുപോയോ? മിസ് ഏത് ഗ്രൂപ്പിലാണ് വിട്ടേക്കണ? ചോദിച്ചേ ഒരു മിനിറ്റ്. ആയിഷ എന്താണ് മറന്നുപോയെന്ന് പറയുന്നത്? ഇന്ന് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇന്നലെ അതിന്റെ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതെന്താ മറുപടിയാണ് മറന്നുപോയി എന്നുള്ളത്? കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ആ ആരാണ് ചോദിച്ചത്? ഏത് ഗ്രൂപ്പിലായിട്ടാന്ന് ആരാ ചോദിച്ചേ? നിങ്ങൾക്ക് ഏതാണ് ലിങ്ക് ഒക്കെ വരുന്ന ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലാണ് ഞാൻ ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് വന്നിട്ടില്ല. എങ്ങനെയാ വരാത്തെ? ഇപ്പൊ ക്ലാസ് ജോയിൻ ചെയ്ത് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ടല്ലേ? ലിങ്ക് ഏത് ഗ്രൂപ്പിലാ വന്നത്? ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഗ്രൂപ്പിലാണോ? അപ്പൊ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കൂ കേട്ടോ. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. നോക്കിക്കേ എല്ലാരും. റൈറ്റ് 3 ways in which force help you in everyday life. Force help you in everyday life. Force നിങ്ങളെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്? എക്സാമ്പിൾസ്. How force help you in everyday life. Yes, ആദിശ്രീ കേക്കട്ടെ. Open a door, opening a window, pulling a chair. ഇതൊക്കെ ഫോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെയിലി ലൈഫിൽ അല്ലേ? ഓക്കെ. അർജുൻ. Pulling a fridge door. ആ കേട്ടു. Pulling a fridge door. Pushing a ball. Pushing a swing. Okay, so many examples are there. Pulling a door. Okay. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഇതുപോലത്തെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഏതെങ്കിലും 3 എണ്ണം തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. ഹിന എന്തെങ്കിലും പറയാനുണ്ടോ? ഹിന നോ. ഇതിന്റെ ആൻസർ പറഞ്ഞേ കേക്കട്ടെ. ഫോഴ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വിധത്തിലും നമ്മൾ പലയിടത്തും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇതിപ്പോ പറഞ്ഞത് അവര് പറഞ്ഞതല്ലേ? അവര് പറയാത്ത എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്താണ്? ഒരു മിനിറ്റ് ഹിന, ഒരു മിനിറ്റ്. സജസ് എന്താ പറഞ്ഞേ? അങ്ങോട്ട് പറഞ്ഞേ. സ്റ്റാമ്പ് പൈപ്പോ? മലയാളത്തിൽ പറഞ്ഞേ. ക്ലിയർ ആ? മനസ്സിലായില്ല. എന്താ? ആർക്കെങ്കിലും മനസ്സിലായോ എന്താ സജസ് പറഞ്ഞെന്ന്? ഹാൻഡ് പമ്പ് എന്നാണോ പറഞ്ഞേ? അതിന് അങ്ങനെയും പറയോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ വാക്കട്ടോ. ഓക്കെ. ഇത് ഏത് നാട്ടിലാണ് ഇങ്ങനെ പറയുന്നത്? സജസ് എന്താണ്? ഷാം പൈപ്പോ അങ്ങനെയാണോ പറയുന്നേ?
ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു കാര്യം. മലയാളം വാക്കാണോ അത്? ദൈവമേ, ശ്രീ whatever it is. Okay, ഹാൻഡ് പൈപ്പിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുക. പിന്നെ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് ഉണ്ടോ ഹിന? നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടോ? വെള്ളം കോരാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ആ, എന്താണ് ഇതൊന്നും ഓർമ്മയില്ലാത്ത? എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? വാക്കിംഗ്. ഓക്കെ, വാക്കിംഗ്, ജമ്പിങ് ആണോ? ആ, ഇങ്ങനെ കൊറേ ഉണ്ട്. ഏതെങ്കിലും 3 നിങ്ങൾ എഴുതുക. കേട്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. കേട്ടോ? എല്ലാരും റെസ്പോണ്ട് ചെയ്യണം. എനിക്ക് നോക്കിയാൽ എല്ലാവരുടെയും ആൻസർ കാണണം. ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. കേട്ടല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പുഷ് ഓർ എ പുൾ ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജെക്ട് ഈസ് കോൾഡ് ഫോഴ്സ്. ട്രൂ ഓർ ഫോൾസ്? ജസ്റ്റ് ഷോ മീ ദ സിമ്പൽ. ട്രൂ ആണെങ്കിൽ ഇങ്ങനെ, ഫോഴ്സ് ആണ്, സോറി ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ. റിഫ മറിയൊക്കെ എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തെ? ആലിയ എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തെ? റിഫ മറിയത്തിന്റെ ആൻസർ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ട്രൂ. ആൻസർ ഈസ് ട്രൂ. Second question, you cannot change the shape of an object by applying force. True or false? ഒരാൾ ചെയ്യുന്നത് നോക്കി ആൻസർ പറയാൻ നിൽക്കരുതാരും കേട്ടോ. അഫ്ല പറയുന്നു ഫോൾസ് ആണ്, വരുൺ പറയുന്നു ട്രൂ ആണ്. You cannot change the shape of an object by applying force എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വസ്തുവിന്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എല്ലാരും ഫോൾസ് ആണ് പറഞ്ഞത്, വരുൺ മാത്രമാണ് ട്രൂ പറഞ്ഞത്. വരുൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് ട്രൂ പറഞ്ഞത് വരുൺ? ആ, അങ്ങനെയാണോ? നമ്മൾ ഒരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് മാറ്റാൻ നമുക്ക് പറ്റും. ഇന്നലെ നമ്മളൊരു എക്സാമ്പിൾ കണ്ടില്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽ. അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് നമുക്ക് ക്രഷ് ചെയ്യാൻ പറ്റും അല്ലെ, മാറ്റാൻ പറ്റും. കണ്ടതല്ലേ? അപ്പൊ ആൻസർ ഈസ് ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വി കനോട്ട് സ്റ്റോപ്പ് എ മൂവിംഗ് ഒബ്ജെക്ട് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. വി കനോട്ട് സ്റ്റോപ്പ് എ മൂവിംഗ് ഒബ്ജെക്ട് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. ട്രൂ ഓർ ഫോൾസ്? We cannot stop a moving object. നൈനിക ആലോചിക്കുകയാണ്. നൈനികയുടെ ആൻസർ കിട്ടിയിട്ടില്ല എനിക്ക്. നൈനിക ട്രൂ ആണോ ഫോൾസ് ആണോ? സംശയം ഉണ്ടെന്ന് തോന്നുന്നു നൈനികയ്ക്ക്. ഓക്കെ, ഞാൻ കണ്ടു എല്ലാവരുടെ ആൻസർ ഞാൻ കണ്ടു. നൈനിക ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് സംശയം നൈനിക? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ആ, എന്താണ് ഒന്ന് പറഞ്ഞേ, പറയൂ. എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? എന്താണ്? We cannot stop a moving object by applying force. എന്താണെന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? നമ്മള് ഒരു ഒബ്ജക്റ്റിന്റെ മേളില് ഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. മൂവിങ് ഒബ്ജക്ട്, ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തു. സപ്പോസ് നമ്മൾ ഒരു ബോള്, ഫുട്ബോൾ കളിക്കുമ്പോൾ നിങ്ങൾ ബോൾ തട്ടൂലേ? ബോള് തട്ടുമ്പോ അത് ഉരുണ്ടുരുണ്ട് പോകും അല്ലെ? ഉരുണ്ടുരുണ്ട് പോയിട്ട് ഒരാൾ ഓടിപ്പോയി ആ ബോൾ പിടിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ട് ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോൾ അവിടെ നിൽക്കും. അപ്പൊ എന്താണ് ആൻസർ? അല്ല, എന്താണ്? അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം നമുക്ക് ആ മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി കനോട്ട് സ്റ്റോപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. വി ക്യാൻ സ്റ്റോപ്പ്. അതുപോലെ ഓടുന്ന വണ്ടികള് ബ്രേക്ക് ഇടുമ്പോൾ വണ്ടി അവിടെ നിൽക്കും അല്ലേ? ആണോ? ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം വണ്ടി അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് എന്താണ്? വി ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജെക്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വി കനോട്ട് സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജെക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൻസർ ഈസ് ഫോൾസ്. മനസ്സിലായോ നൈനികയ്ക്ക്? ഓക്കെ, അടുത്തത്, വി കനോട്ട്
എന്താണ് ഫീൽ ഫോഴ്സ് ബട്ട് വി ക്യാൻ സീ ഇറ്റ്. ആൻസർ ഇസ് ട്രൂ ഓർ ഫോൾസ്? ക്വസ്റ്റ്യൻ ശരിയായിട്ട് വായിക്കുക. വി കനോട്ട് ഫീൽ ഫോഴ്സ് ബട്ട് വി ക്യാൻ സീ ഇറ്റ്. ഓക്കെ, ട്രൂ എന്ന് പറയുന്ന ആരും ഇല്ലേ? നിരഞ്ജൻ ട്രൂ ആന്ന് പറയുന്നു. നിരഞ്ജൻ അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യും മോനെ. എന്തുകൊണ്ടാ ട്രൂ എന്ന് പറഞ്ഞേ? ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായോ മോന്? വി കനോട്ട് ഫീൽ ഫോഴ്സ് ബട്ട് വി ക്യാൻ സീ ഇറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫോഴ്സിനെ നമുക്ക് കാണാൻ പറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫോഴ്സ് നമ്മളിപ്പം എന്താണ് ഒരു ബോട്ടിൽ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് അല്ലെ, ഇങ്ങനെ എടുത്തു, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തു. പക്ഷെ ഇവിടെ ഫോഴ്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. നമുക്ക് ഫോഴ്സ് നമ്മൾ തള്ളുമ്പോ ഒരു ടേബിള് മുമ്പോട്ട് നീങ്ങുകയാണ്, പക്ഷെ നമുക്ക് ആ ബലം അവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും? ടേബിൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും അല്ലേ? അപ്പൊ നമുക്കറിയാം അവിടെ ഫോഴ്സ് ഉണ്ട്. അപ്പൊ വി ക്യാൻ ഫീൽ ഇറ്റ് ബട്ട് വി കനോട്ട് സീ ഇറ്റ്. ഓക്കെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ടേബിൾ നമ്മൾ തള്ളുമ്പോൾ ടേബിൾ മുമ്പോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൻസർ ഹിയർ ഈസ് ഫോൾസ്. വി കനോട്ട് ഫീൽ ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ക്യാൻ ഫീൽ ഫോഴ്സ്. ഓക്കെ, ആൻസർ ഈസ് ഫോൾസ്. യെസ്, പേജ് നമ്പർ 108 എടുത്തേ. 108 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫൈൻഡ് എ ഡോർ ഇൻ യുവർ സ്കൂൾ that produces a creaky sound every time you open or close it. Why does it happen? What will you do to get rid of this sound? Question മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തേ. ക്വസ്റ്റ്യൻ മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടോ? ആഹാ, ഒരുപാട് പേരുണ്ടോ? ഓക്കെ, ഈശ്വരൻ കേക്കട്ടെ. നമ്മളെ സ്കൂൾ ഏതെങ്കിലും ഒരു ഡോറ് തുറന്നാലും ക്ലോസ് ചെയ്താലും ഒരു ഒച്ച വരുന്ന ഡോറിനെ കണ്ടുപിടിക്കുക. അതെന്തുകൊണ്ടാ ആ ഒച്ച വരുന്നത്? നമ്മൾ എന്ത് ചെയ്യും അതിനെ പോക്കാനായിരിക്കും? എന്തുകൊണ്ടാണ് ഒച്ച വരുന്നത്? എനി ഐഡിയ? എന്തുകൊണ്ടാണ് ഒച്ച? കാരണം അതിന്റെ ആ തുറക്കുന്നയും കൂട്ടുന്ന സ്ക്രൂവിന്റെ ആ ഭാഗം എന്താണ്? ആ സ്ക്രൂ തുറക്കുന്ന ആ ഭാഗം അവിടെ തുരുമ്പ് പിടിച്ച് അത് ഇങ്ങനെ സൗണ്ട് പുറത്ത് വരും. അവിടെ ഇങ്ങനെ തട്ടി ഒരയുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും നമ്മള്? സാധാരണ എന്താ ചെയ്യാറ്? സൗണ്ട് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യാറ്? എനി ഐഡിയ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ആദിശ്രീ, അർജുന്റെ അടുത്ത് ഞാൻ വരാം. എല്ലാവരുടെ ആൻസർ ഞാൻ കേൾക്കട്ടെ. ആദിശ്രീക്ക് എന്താ പറയാനുള്ളത് മോളെ? Frictional force more that had oil. ഫോഴ്സ് നമ്മൾ പറഞ്ഞേ? Frictional force ഉണ്ട് കുറേയാണ്, അതുകൊണ്ടാണ് ആ സൗണ്ട് വരാൻ കാരണം. ഓക്കെ, അപ്പൊ നമ്മള് ഓയിൽ ഇടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അർജുൻ. യെസ് അർജുൻ. ആൻസർ പറയണ പറഞ്ഞോളൂ, അതിനല്ലേ ഞാൻ മൈക്ക് ഓൺ ചെയ്തേ. അത് ഞങ്ങള് ഒരു ഡോർ ഫൈൻഡ് ചെയ്യാണ് പറയണേ. ആൻസർ പറയൂ, ആൻസർ പറയൂ. ആൻസറോ ഓയിൽ ഇടണം. ഓയിൽ ഇട്ടാല് സൗണ്ട് കേൾക്കില്ല. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയൂ ആദ്യം. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഡ്യൂ ടു ലാക്ക് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ അവിടെ കറക്റ്റാ ഉണ്ടെങ്കിൽ അത് സൗണ്ട് കേൾക്കില്ല. ഓക്കെ, ആ എന്താണ് നമ്മുടെ വിജാഗിരി എന്നെന്തോ പറയുമല്ലോ, ആ ഡോറിന്റെ ഇങ്ങനെ ഇഷാൻ പറഞ്ഞ മാതിരി ഡോറ് അതിന്റെ വാതിൽ പടിയോടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത്
ലൈക്ക് തുരുമ്പൊക്കെ കേറുമ്പോ അതിന്റെ ഫ്രിക്ഷൻ കുറയും. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ കുറയുന്നത് കൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അവിടെ നമ്മള് ഗ്രീസി ആയിട്ടുള്ള വഴുവഴുപ്പുള്ള ലൈക്ക് എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അതുപോലെ ഈ ഗ്രീസ് ഓയിൽ എന്നൊക്കെ പറഞ്ഞു കിട്ടും, അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പൊ കുറച്ചും കൂടെ ഫ്രിക്ഷൻ അവിടെ കൂടും. അപ്പൊ ഫ്രിക്ഷൻ കൂടുമ്പോഴത്തേക്കും എന്താണ്, ഡോറ് സ്മൂത്ത് ആയിട്ട് ഓപ്പണും ക്ലോസും ആക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ ഇട്ടോളാം, അത് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. ദെൻ അടുത്ത പേജിൽ നോക്കിക്കേ, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദീസ് ഫോഴ്സസ്. മെക്കാനിക്കൽ ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സിന് എക്സാമ്പിൾ ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ മിണ്ടാതിരിക്കുന്ന കുറെ പേരുണ്ട്, അവർക്കൊക്കെ എന്താണ് സഖീക ഒന്ന് പറഞ്ഞേ, മെക്കാനിക്കൽ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഫോഴ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരുപാട് നമ്മൾ ചെയ്യുന്നില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് കൈകൾ പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് നിരഞ്ജൻ ആൻസർ പറഞ്ഞ മോനെ? സഖീക പറയൂ, കിട്ടിയോ? കത്തിരിയുണ്ട്. എന്താണ് മോനെ? ഒരു മിനിറ്റ്. ചെടി കട്ട് ചെയ്യുന്ന കട്ടിംഗ് ദ പ്ലാന്റ്സ് യൂസിംഗ് ദ സിസർ. ഓക്കെ, ഫ്രിഡ്ജിന്റെ എന്താണ്? മനസ്സിലായി. ഇന്നലെ ഞാൻ പഠിച്ചില്ല, ഇന്നലെ ഉണ്ടല്ലോ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഓക്കെ ഫൈൻ, ആൻസർ പറഞ്ഞല്ലോ, കറക്റ്റ്. ഓക്കെ ഓക്കെ, കട്ടിംഗ് ദ പ്ലാന്റ്സ് യൂസിംഗ് സിസേഴ്സ്, കട്ടിംഗ് ദ പേപ്പർ യൂസിംഗ് സിസേഴ്സ്. ദെൻ എന്താണ്, കട്ടിംഗ് ദ വെജിറ്റബിൾസ് യൂസിംഗ് നൈഫ്, പച്ചക്കറി അരിയുക, ഫ്രൂട്ട്സ് അരിയുക, അങ്ങനെ കുറെ എണ്ണം ഉണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ, കുറെ എണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ നൈനിക പറയൂ. നൈനിക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആപ്പിൾ. ആപ്പിളോ? ആപ്പിൾ എന്താണ് സംഭവിക്കുന്നത്? ആപ്പിൾ മരത്തുനിന്ന് താഴേക്ക് വീഴുക. പറയണ്ടേ, വെറുതെ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത്? ആപ്പിള് താഴോട്ട് വീഴുക, ചക്ക താഴോട്ട് വീഴുക, അല്ലേ? മാങ്ങ താഴോട്ട് വീഴുക, ബോള് താഴേക്ക് വീഴുക, അങ്ങനെ പല പല കുറെ എണ്ണം എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതുക കേട്ടോ. അതൊക്കെ എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത fill in the blanks നോക്കിക്കേ. Dash force always pulls things down towards earth. Which force? അൺമ്യൂട്ട് ചെയ്ത് എല്ലാരും മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ, ഏത് ഫോഴ്സ് ആണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? Which force? അടുത്ത question. To lift a bag, a person applies dash force. To lift a bag, muscular force. We apply dash force when we use a machine to do work. Mechanical force. On applying brakes, which force applies? Okay, fine. Yes. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? വെഡ്നെസ്ഡേ അല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞേ. വെഡ്നെസ്ഡേ എല്ലാം റെഡി ആയിട്ട് വരിക. ഓക്കെ.